നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലൈംഗികാരോപണത്തിൽ കുരുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെല്ലാം കൈവിടുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസം നമ്മളത് കണ്ടതാണ്. ഞായറാഴ്ചയോടെ വനിതാ നേതാക്കളും പരസ്യമായി രംഗത്തെത്തിയിരുന്നു. MLA സ്ഥാനം രാജിവെക്കണമെന്ന് സമ്മർദ്ദമേറിയിരുന്നു. പക്ഷെ ഒരു സസ്പെൻഷൻ എന്ന രീതിയിൽ ആ കാര്യങ്ങൾ ഒതുങ്ങിയിരിക്കുകയാണ്. വിവിധ വ്യക്തികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിക്കുമ്പോൾ ഓൾ കേരള മെൻസ് അസോസിയേഷൻ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കുകയാണ്. തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ട സാഹചര്യമില്ല എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ എടുത്തിരിക്കുന്നത്. രാഹുലിനൊപ്പം നിൽക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിലെ അനുകൂലിച്ച് നിലപാട് സ്വീകരിച്ചെങ്കിലും അദ്ദേഹം കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു എന്ന നിലപാട് കൂടി ഓൾ കേരള മെൻസ് അസോസിയേഷൻ പങ്കുവയ്ക്കുകയുണ്ടായി. അതായത് താൻ ആരോടൊക്കെയാണ് സംസാരിക്കുന്നത്, ഇടപെടുന്നത് എന്ന കാര്യത്തിൽ അദ്ദേഹം അല്പം ജാഗ്രത കാണിക്കണമെന്നായിരുന്നു ഓൾ കേരള മെൻസ് അസോസിയേഷൻ സംഘടനാ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാർ മലയാളി വാർത്തയോട് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഈ രാഹുൽ ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പോൾ വളരെ ഒരു ഫെയിമുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കേണ്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ രാഹുലിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചു എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ 2-3 സ്ത്രീകൾ പരാതിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ രാഹുലിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഒരു പൊളിറ്റീഷ്യൻ അല്ലേ, അപ്പോൾ കുറച്ചുകൂടി ഗൗരവം കാണിക്കേണ്ടിയിരുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഈ കാര്യം ശ്രദ്ധിക്കേണ്ടിയിരുന്നു, തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടിയിരുന്നു. കാരണം എന്ന് പറഞ്ഞാല് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കുറച്ചുകൂടി മാന്യമായിട്ടുള്ളവരുമായിട്ട് ബന്ധം വെക്കണം ആയിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ജനപ്രതിനിധി ഇപ്പോ MLA ആയത് ഈ അടുത്ത കാലത്താണല്ലോ. ഇത് അതിന് മുൻപേ ഉള്ള കാര്യമാണ്. 1-2 വർഷത്തിന് മുൻപേ ഉള്ള കാര്യങ്ങളാണ് ഈ വന്നിട്ടുള്ളതല്ല. അപ്പോ അദ്ദേഹം ഒരു യുവാവാണ്, വിവാഹം കഴിച്ചിട്ടില്ലാത്ത ആളാണ്. സ്വാഭാവികമായിട്ടുണ്ടാവും പെൺകുട്ടികൾക്കില്ലേ പ്രണയം, ഒന്നിലധികം പ്രണയം ഓരോ പെൺകുട്ടികൾക്കും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കങ്ങനെ ഒത്തിരി പേർ അറിയുകയും ചെയ്യാം. അപ്പോ ബന്ധം ഇപ്പൊ സ്ഥാപിച്ചതിൽ നിന്നും പല കാലഘട്ടത്തിലായിരിക്കാം ഒരുപക്ഷെ പലരുമായിട്ടുള്ള ബന്ധം വെച്ചിട്ടുള്ളത്, സ്നേഹബന്ധം സൗഹൃദമൊക്കെ ഉണ്ടായിട്ടുള്ളത് പല കാലഘട്ടത്തിലായിരിക്കാം. അതൊന്നും തെറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രായം, അദ്ദേഹം വിവാഹം കഴിച്ച ഭാര്യയും കുഞ്ഞുങ്ങളുമായിട്ടൊന്നും ജീവിക്കുന്ന ആളല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് പ്രണയങ്ങൾ ഉണ്ടാവാം. അത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് സോഷ്യൽ മീഡിയ വഴിയാണ് ഇവരൊക്കെ പരിചയപ്പെട്ടിരിക്കുന്നത്. അത് തന്നെ തെറ്റായിട്ടുള്ള നടപടിയല്ലേ? ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത സ്ത്രീകളൊക്കെ പെൺകുട്ടികളാണ് ഇവരൊക്കെ. അപ്പൊ ഈ കണ്ടിട്ടില്ലാത്ത പെൺകുട്ടികൾ എന്തിനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറകെ പോകുന്നത്? അപ്പൊ അദ്ദേഹം അത്യാവശ്യം സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്, വളർന്നു വരുന്ന ഒരു നേതാവാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിനോട് സൗഹൃദം കൂടിയത് തന്നെയാണ്. അപ്പൊ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നിട്ട് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു സൗഹൃദം കൂടിയിട്ട് പിന്നീട് അദ്ദേഹം ഒരു നല്ലൊരു വളർച്ചയുണ്ടായി, MLA ആയി, സംസ്ഥാന പ്രസിഡന്റായി. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള നല്ല സ്ഥാനങ്ങൾ ഉയർന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിനെ ഇപ്പൊ തന്നെ സ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കണം. അത് രാഷ്ട്രീയം തന്നെയാണ്. ഇത് പലരും ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് ബന്ധമുള്ള ആളാണ് റിനി. അപ്പൊ റിനിയൊക്കെ ഒരു ടീം വർക്കാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവന്തികയും BJPയിലെ ആളാണല്ലോ. അപ്പൊ പാർട്ടിപരമായിട്ട് പാർട്ടിക്കാരെപ്പോഴും മറ്റേ എതിർഭാഗത്തേക്ക് ആളിനെ ചവിട്ടി താഴ്ത്തി ഇറക്കാനില്ലേ നോക്കത്തുള്ളൂ. അത് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. മാങ്കൂട്ടം ശ്രദ്ധിക്കേണ്ടതായിരുന്നു. കുറച്ചൊന്ന് ഒരാളുമായിട്ട് സൗഹൃദം കൂടുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു എന്നേ എനിക്ക് പറയാനുള്ളൂ. അത് തുടർന്നുള്ള ജീവിതത്തിലെങ്കിലും അതുണ്ടാകും. അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ നേതാവിനെതിരെ ആരോപണം ഉന്നയിച്ച നടി റിനി ജോർജ് സൈബർ അറ്റാക്ക് നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് VK ശ്രീകണ്ഠൻ MP പറഞ്ഞത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അർദ്ധവസ്ത്രം ധരിച്ച് നിൽക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞൊരു പരാമർശം. അപ്പൊ ഇത്തരത്തിൽ ആരോപണവുമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ മോശം അനുഭവം ഉണ്ടായി എന്ന് പരാതിയുമായി രംഗത്ത് വരുന്ന സ്ത്രീകളെ അവരുടെ വസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വിമർശിക്കുന്നത് അതൊരു ശരിയായ പ്രവണതയാണെന്ന് മെൻസ് അസോസിയേഷന് തോന്നുന്നുണ്ടോ? അത് അവരുടെ വസ്ത്രധാരണത്തിന്റെ ബേസിലൊരു വിമർശനം, സൈബർ അറ്റാക്ക്, അങ്ങനെ അത് ശരിയായ നിലപാടാണെന്ന് തോന്നുന്നുണ്ടോ? എന്താണ് അഭിപ്രായം? സൈബർ അറ്റാക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകും. കാര്യം അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകും. ഇപ്പൊ എനിക്കെതിരെയും നമുക്കെതിരെയും തെറ്റായിട്ട് നമ്മള് എല്ലാവർക്കും ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ ന്യൂസുകൾ ഞാൻ എന്തെങ്കിലും ബൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ താഴെ വന്ന് നമ്മളെ പലരും നല്ലതും പറയും, മോശവും പറയും. അതൊക്കെ എന്താ പറയാ, അത് നേരിടാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ പബ്ലിക്കിൽ വന്ന് പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ മര്യാദയ്ക്ക് വീട്ടിൽ ഇരിക്കണം. പിന്നെ വസ്ത്രത്തിന്റെ കാര്യം പറയുന്നു. വസ്ത്രം സ്വാഭാവികമായിട്ട് ഒരു മാന്യതയുള്ള വസ്ത്രം ധരിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള ആൾ തന്നെയാണ് ഞാൻ. കാരണം പെൺകുട്ടികൾ മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കുമ്പോൾ അത്രയും ബഹുമാനം കിട്ടും. അല്ല എങ്കിൽ അവര് മോശം വാക്കുകൾ പറയും. അത് സ്വാഭാവികമല്ലേ? അത് നേരിടാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവര് പൊതു സമൂഹത്തിൽ വന്ന് ഇങ്ങനെയുള്ള
അനാവശ്യ കാര്യങ്ങൾ പറയാതിരിക്കരുത്. അത് അങ്ങനെ പറയുകയാണെങ്കിൽ അത് നേരിടാനും അവർ ബാധ്യസ്ഥനാണ്. സമൂഹ മാധ്യമങ്ങളിൽ തീർച്ചയായിട്ടും പലരും പല സ്വഭാവമല്ലേ, തീർച്ചയായിട്ടും അവർ പ്രതികരിക്കും. പൊതുജനം പലവിധമാണ്, അവർ ശക്തമായിട്ട് അതിനെക്കുറിച്ച് പറയും. അത് കേൾക്കാൻ ധൈര്യമുണ്ടെങ്കിൽ മാത്രമേ അഭിപ്രായങ്ങൾ പറയാൻ പാടുള്ളൂ. അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഇനി മെൻസ് അസോസിയേഷന്റെ തുടർന്നുള്ള നടപടികൾ എന്തൊക്കെയാണ്? ഏത് രീതിയിലാണ് നിങ്ങൾ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നത്? അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കില്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അത് വയ്ക്കാതെ അദ്ദേഹത്തിന് പരിപൂർണ പിന്തുണ അദ്ദേഹത്തിന് ഏത് മേഖലയിൽ എങ്ങനെ വേണമെങ്കിലും ഞങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങളെ സ്ക്രീൻഷോട്ടുകളൊക്കെ തെളിവായിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ്? രാഹുലിനെ ന്യായീകരിക്കാൻ കഴിയില്ലല്ലോ. ആ സ്ക്രീൻഷോട്ടുകളുണ്ട്, മെസ്സേജ് അയച്ച കാര്യങ്ങളുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് നിങ്ങളുടെ ഒരു മറുപടി എന്താണ് അതിനോട്? ഞാൻ പറയട്ടെ, ഇവർ തമ്മിൽ പ്രണയമായിരുന്നു എന്ന് തന്നെ പറയട്ടെ. അവർ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ സുഹൃത്തുക്കൾ അത് പ്രണയം തന്നെ ആയിരുന്നു എന്ന് പ്രണയിക്കുന്നവർ തമ്മിൽ മെസ്സേജ് അയക്കില്ലേ? പ്രണയിക്കുന്നവർ തമ്മിൽ മെസ്സേജ് അയക്കും, വോയിസുകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടാവും. ഒരാൾ മാത്രം പറയില്ലല്ലോ. ഇനി അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഇവർക്ക് ബ്ലോക്ക് ചെയ്യാമല്ലോ. അങ്ങനെ ഒരു ഓപ്ഷൻ കിടക്കുകയല്ലേ. ഇവരെവിടെയെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ? ഇപ്പോഴും ബ്ലോക്ക് ചെയ്തിട്ടില്ല എന്നല്ലേ പറയുന്നത്. അപ്പൊ പിന്നെ എന്താണ്? അപ്പൊ അത് താല്പര്യം ഉള്ളത് കൊണ്ടാണല്ലോ. ഏതൊരു പെണ്ണും ഒരു ചായ്വ് കൊടുക്കാതിരുന്നാൽ, ഒരു പെണ്ണ് അങ്ങോട്ട് ചാഞ്ഞില്ല എങ്കിൽ ഒരു പുരുഷനും ഒന്നും പറയില്ല. അതാദ്യം മനസ്സിലാക്കണം. അങ്ങോട്ട് ചാഞ്ഞു നിന്ന് കാര്യങ്ങളെല്ലാം കണ്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം അയാൾ ഒരു ശത്രുവായിട്ട് കാണുക, അത് ശരിയായിട്ടുള്ള നിലപാടല്ല. തീർച്ചയായിട്ടും മെസ്സേജുകൾ അയച്ചു കാണും, മെസ്സേജ് പരസ്പരം അയക്കും, അതിൽ കാര്യമില്ല, അത് സ്വാഭാവികമാണ്. സുപ്രീം കോടതിയും പറഞ്ഞിട്ടുണ്ടല്ലോ, പരസ്പര സമ്മതത്തോട് കൂടിയിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലും തെറ്റല്ല. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ അപ്പോൾ അവർ ചാറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് എന്താ തെറ്റ്? അതിലൊരു തെറ്റും കാണാനില്ല. അത് സ്വാഭാവികമായിട്ട് ചെയ്യുന്നത് തന്നെയാണ്. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്നത് തെറ്റൊന്നുമല്ല. പരസ്പര സമ്മതത്തോട് കൂടിയിട്ടല്ലേ. ഒരു പ്രാവശ്യമല്ലേ ഒരാളിനെ പീഡിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഇവർ എത്ര വർഷം, എത്രയും മാസം, എത്ര പ്രാവശ്യം അവർ ശാരീരികമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് അത് പീഡനമാവുന്നത്? ഒരാൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു നല്ലൊരു പൊസിഷനിലെത്തിയാൽ അത് പിന്നെ പീഡനമാകും, ബലാത്സംഗമാകും. ഇതൊക്കെ വളരെ മോശമാണ്, ബലാത്സംഗം എന്നൊക്കെ വാക്കൊക്കെ ഉപയോഗിക്കുന്നത്. അതൊന്നുമല്ല, രണ്ടുപേരും സമ്മതത്തോടു കൂടിയിട്ട് തന്നെയാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്.